ഓം ഹരി ഓം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് 9-ാമത്തെയും 10-ാമത്തെയും ശ്ലോകങ്ങളാണ് ചൊല്ലാൻ പോകുന്നത്. അത്യായാസ കരാണി കർമ്മ പടലാനി ആചര്യ നിർയന്മല. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ നിർയന്മല. ബോധേ ഭക്തിപഥേ അഥവാപി ബോധേ ഭക്തിപഥേ അഥവാപി ഉചിതതാം ആയാന്തി കിം താവതാ. ബോധേ ഭക്തിപഥേ അഥവാപി ഉചിതതാം ആയാന്തി കിം താവതാ. ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർ ബ്രഹ്മാഖ്യമന്യേ പുനഃ. ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ. ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർ ബ്രഹ്മാഖ്യമന്യേ പുനഃ. ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ. 9-ാമത്തെ ശ്ലോകത്തിൽ എങ്ങനെയാണ് പദം മുറിക്കുക എന്ന് നോക്കാം. അത്യായാസകരാണി, അതങ്ങനെ തന്നെ. കർമ്മപടലാനി ആചര്യ നിർയന്മല. കർമ്മപടലാന്യാചര്യ എന്നാ കാണുക. അതിന് പകരം കർമ്മപടലാനി ആചര്യ നിർയന്മല. ബോധേ ഭക്തിപഥേ അഥവാപ്യുചിതതാമായാന്തി. അങ്ങനെയാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? പദം മുറിച്ചാലോ എളുപ്പത്തിൽ ചെല്ലാൻ പറ്റും. ബോധേ ഭക്തിപഥേ അഥവാപി ഉചിതതാം ആയാന്തി കിം താവതാ. ബോധേ ഭക്തിപഥേ അഥവാപി ഉചിതതാം ആയാന്തി കിം താവതാ. ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർ ബ്രഹ്മാഖ്യമന്യേ പുനഃ. പുനശ്ചിത്താർദ്രത്വം കാണും. അതിനേക്കാളും എളുപ്പം പുനഃ ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ. അങ്ങനെ ചെല്ലാമല്ലോ അല്ലേ? ഒന്നുകൂടെ നമുക്ക് നോക്കാം. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ നിർയന്മല. ബോധേ ഭക്തിപഥേ അഥവാപി ഉചിതതാം ആയാന്തി കിം താവതാ. ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർ ബ്രഹ്മാഖ്യമന്യേ. ബ്രഹ്മാഖ്യം അന്യേ ആണ്. അത് ബ്രഹ്മാഖ്യമന്യേ ഒന്നിച്ച് ചെല്ലുന്നതാണ് എളുപ്പം. ബ്രഹ്മാഖ്യം അന്യേ പുനഃ. ബ്രഹ്മാഖ്യമന്യേ പുനഃ. ചിത്താർദ്രത്വമൃതേ. ചിത്താർദ്രത്വം ഋതേ ആണ്. വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ. ചിത്താർദ്രത്വം ഋതേ, അതാണ് ചിത്താർദ്രത്വം ഋതേ എന്ന് വായിക്കുക. വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ. ഇതിന്റെ അർത്ഥം കൂടി നോക്കാം. അത്യായാസകരാണി കർമ്മപടലാനി. ചിലർ വളരെയധികം ബുദ്ധിമുട്ടുള്ള കർമ്മങ്ങളെല്ലാം നടത്തി മനഃശുദ്ധി കൈവന്നവരായിട്ട് ആചര്യ നിർയന്മലാഹ. ബോധേ മനഃശുദ്ധി കൈവന്നവരായിട്ട് ജ്ഞാനയോഗത്തിന് അഥവാ ഭക്തിപതേ അപി ഉചിതാം ആയാന്തി. ജ്ഞാനയോഗത്തിനോ അല്ലെങ്കിൽ ഭക്തിയോഗത്തിനോ
യോഗ്യതയുള്ളവരായിത്തീരുന്നു. താവതാക്കിം, അതുകൊണ്ട് എന്ത് പ്രയോജനം? അന്യേ പുനഃ, വേറെ ചിലരാകട്ടെ, തർക്കപഥേ ക്ലിഷ്ട്വ, യുക്തിചിന്ത കൊണ്ട് വിഷമിച്ചിട്ട്, ചിത്താർദ്രത്വം വൃതേ, മനസ്സലിയാത്തവരായിട്ട്, ബ്രഹ്മാഖ്യം തവ പരം വപുഹു, ബ്രഹ്മമെന്ന് പറയുന്ന അങ്ങയുടെ ദുർഗുണസ്വരൂപം വിചിന്യ ബഹുഭിഹി ജന്മാന്തരൈഹി സിദ്ധ്യന്തി, അങ്ങയുടെ നിർഗുണസ്വരൂപം ധ്യാനിച്ച് അനേകം ജന്മങ്ങളെ കൊണ്ട് മോക്ഷം പ്രാപിക്കുന്നു. അപ്പൊ ഇവിടെ ഭട്ടതിരിപ്പാട് ജ്ഞാനമാർഗം, കർമ്മമാർഗം, ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും പറ്റുന്നവർക്ക് അനുഷ്ഠിക്കാൻ സാധിക്കും ജ്ഞാനമാർഗവും കർമ്മമാർഗവും. പക്ഷേ ഭക്തിമാർഗത്തിൽ കൂടെയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ സാധിക്കാമല്ലോ ഗുരുവായൂരപ്പ എന്നാണ് ഗുരുവായൂരപ്പനോട് ഭട്ടതിരിപ്പാട് പറയുന്നത്. വളരെയധികം ബുദ്ധിമുട്ടുള്ള കർമ്മങ്ങളെല്ലാം നടത്തി മനഃശുദ്ധി കൈവന്നിട്ട് ജ്ഞാനയോഗത്തിനോ അല്ലെങ്കിൽ ഭക്തിയോഗത്തിനോ യോഗ്യതയുള്ളവരായിത്തീരുന്നു. അത്രയും കൊണ്ട് എന്താ പ്രയോജനം? വേറെ ചിലരാകട്ടെ യുക്തിചിന്ത കൊണ്ട് വിഷമിച്ചിട്ട് മനസ്സലിയാത്തവരായിട്ട് ബ്രഹ്മമെന്ന് പറയുന്ന അങ്ങയുടെ ദുർഗുണസ്വരൂപം ധ്യാനിച്ച് അനേകം ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് മോക്ഷത്തെ പ്രാപിക്കുന്നത് എന്ന് പറയാണ്. കർമ്മയോഗം എന്നുള്ളത് മനഃശുദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ മനഃശുദ്ധി വന്നാലേ ജ്ഞാനം നേടാൻ അധികാരികളാവുകയുള്ളൂ എന്ന് അറിഞ്ഞ് ആചാര്യന്മാർ അല്ലെങ്കിൽ പ്രഗത്ഭന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് പറയുന്നൂടെ ഭക്തിയോഗത്തിന് ഒരു ദോഷവുമില്ല. അതിൽ കുറച്ച് നമുക്ക് വിഷയവാസനയുണ്ടെങ്കിൽ പോലും ക്രമേണ ഗുരുവായൂരപ്പൻ ആ മനസ്സിനെ ലൗകിക വിഷയങ്ങളിൽ നിന്ന് ഭഗവത് വിഷയമായിട്ട് ആക്കി തീർക്കും എന്നിവിടെ വീണ്ടും വീണ്ടും നമ്മളോട് പറഞ്ഞു തരികയാണ് ഭട്ടതിരിപ്പാട്. ഇനി അവസാനത്തെ ശ്ലോകം, 10ാമത്തെ ശ്ലോകം. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധ പദവീം അക്ലേശതസ്ത്വന്വദീ സദ്യഃ സിദ്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢി രസാർദ്രത ദ്രുതതരം വാതാലയാധീശ്വര. ത്വദ്ഭക്തിസ്തു കഥാ രസാ അമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധ പദവീം അക്ലേശ തസ്ത്വന്വദീ സദ്യഃ സിദ്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢി രസാർദ്രത ദ്രുതതരം വാതാലയാധീശ്വര. ഇങ്ങനെയാണ് പദം മുറിക്കേണ്ടത്. നോക്കാലോ അല്ലേ? ത്വദ്ഭക്തിസ്തു, ത്വദ്ഭക്തിഹി തു, സ്തു എന്നുള്ളത് ഭക്തിഹി തു മാറും പദം മുറിക്കുമ്പോൾ. കഥാരസാമൃതചരീ നിർമ്മജ്ജനേന, അത് ഒറ്റ വാക്കാണ്. സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധ പദവീം അക്ലേശ തസ്ത്വന്വദീ. പദവീം അക്ലേശ അല്ല, പദവീം അക്ലേശ അങ്ങനെയും വായിക്കാം. പക്ഷേ ഏറ്റവും എളുപ്പമായത് ചിലർ വായിക്കുന്നത് പദവി അക്ലേശ എന്ന് വായിക്കും. അങ്ങനെ വായിക്കുമ്പോൾ തെറ്റാണ്. അതിന് പകരം പദവീം അക്ലേശ എന്ന് വേണം വായിക്കാൻ. അക്ലേശതഃ ആണ്, ക്ലേശ ക്ലേശാല, സോറി, പദവീം അക്ലേശതഃ തന്വതി, അക്ലേശത തന്വതി. ഒന്നിച്ച് വായിക്കുമ്പോൾ അങ്ങനെ വായിക്കും. മുറിച്ച് വായിക്കുന്ന സമയത്ത് സിദ്ധ്യന്തി വിമലപ്രബോധ പദവീം അക്ലേശത തന്വതി, അക്ലേശതഃ തന്വതി, അതാണ് അക്ലേശത തന്വതി എന്ന് വായിക്കുന്നത്.
സദ്യഃ സിദ്ധി കരീ ജയത്യൈ വിഭോ. ജയതി ഐ വിഭോ, അതാണ് ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വത്പദഃ. ത്വത്പദ പദഃ ലിയ ത്വത്പദ പ്രേമപ്രൗഢിരസാർദ്രത ദ്രുതതരം വാതാലയാധീശ്വര. ഒന്നും കൂടെ നമുക്ക് വായിക്കാം. ത്വദ്ഭക്തിസ്തു കഥാ രസാമൃതചരീ നിർമജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീം അക്ലേശതഃ തന്വതി. അക്ലേശതസ്തന്വതി സദ്യഃ സിദ്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വത്പദപ്രേമപ്രൗഢി രസാർദ്രത ദ്രുതതരം വാതാലയാധീശ്വര. ഇതിന്റെ അർത്ഥം നോക്കാം നമുക്ക്. ത്വദ്ഭക്തി തു, ഭഗവാനെ ഭഗവത് ഭക്തിയാകട്ടെ, തഥാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി, ഭഗവത് കഥ പറയുകയും കേൾക്കുകയും മറ്റു ചെയ്യുന്നതിനുള്ള രസമാകുന്ന അമൃതപ്രവാഹത്താൽ മുഴുകിപ്പോകുന്നതിനാൽ താനേ വന്നു ചേരുന്നതും. വിമലപ്രബോധ പദവിയും അക്ലേശതഃ തന്വതി, ശുദ്ധബ്രഹ്മജ്ഞാനമാർഗത്തെ പ്രയാസം കൂടാതെ തുറക്കുന്നതുമായിട്ട് സദ്യഃ സിദ്ധികരീ ജയതി, ക്ഷണത്തിൽ മുക്തി നേടുവാൻ പോന്നതായി വിജയിച്ചരുളുന്നു. ഐ വിഭോ വാതാലയാധീശ്വര. ഐ ഭഗവാനെ, സർവശക്തനായ ഭഗവാനെ, വാതാലയാധീശൻ എന്ന് പറഞ്ഞാല് ഗുരുവായൂരപ്പ, ത്വത്പദ പ്രേമപ്രൗഢി രസാർദ്രത സാ ഏവ മേ ദ്രുതതരം അസ്തു. തൃപ്പാദങ്ങളിലുള്ള പ്രേമാതിശയമാകുന്ന രസം കൊണ്ട് മനസ്സറിയുക എന്ന ആ ഭക്തി ഒന്നുമാത്രം എനിക്ക് വേഗത്തിലുണ്ടാകാൻ അനുഗ്രഹിക്കണമേ എന്നാണ് ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചത്. അപ്രകാരം ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. ഭഗവാനെ, അങ്ങയുടെ ഭക്തി, അത് എങ്ങനെയാണ് ഭക്തി നമുക്ക് വരികത്രേ? ഭഗവാന്റെ കഥകൾ നിരന്തരം കേൾക്കണം. പിന്നെ അങ്ങനെ ഭഗവാന്റെ കഥകൾ കേൾക്കുക, ആദ്യം കേൾക്കണം, പിന്നെ അവനവൻ തന്നെ പറയണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു രസം നമ്മളിൽ ഉണ്ടാകും എന്ന് പറയുന്നു. കഥ കേൾക്കാനും കഥ പറയാനുമുള്ള ഒരു രസം നമ്മളിൽ തന്നെ നമ്മളറിയാതെ ഉണ്ടാകുന്നു. അപ്പൊ ആ രസമാകുന്ന അമൃത പ്രവാഹത്തിൽ മുഴുകിപ്പോകുന്നു. അത് തന്നെത്താനെ വന്നു ചേരും. അത് എവിടുന്നാ വരുന്നത്? ഈ അമൃതരസം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. കഥ നിരന്തരം കേൾക്കണം, അതുപോലെ കഥകളെ പാടണം, മറ്റുള്ളവർക്ക് പറ്റുമെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാവുമ്പോൾ നമ്മുടെ മനസ്സ് വേറെ എവിടെയും പോവില്ല, ഭഗവാനിലേക്ക് തന്നെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുക. ആ രസമാകുന്ന അമൃതപ്രവാഹത്തിൽ മുങ്ങിപ്പോകും. പിന്നെ ശുദ്ധബ്രഹ്മ വിമലപ്രബോധ പദവീം അക്ലേശതഃ തന്വതി, ശുദ്ധബ്രഹ്മജ്ഞാന മാർഗത്തെ പ്രയാസം കൂടാതെ തുറക്കുന്നതുമായിട്ട് സദ്യഃ സിദ്ധികരീ ജയതി, ക്ഷണത്തിൽ മുക്തി നേടാൻ പോന്നതായി വിജയിച്ചരുളുന്നു. ഹേ ഗുരുവായൂരപ്പ, ഇങ്ങനെ ആ അമൃതപ്രവാഹത്തിൽ തന്നെത്താനെ മുങ്ങിപ്പോകുന്ന സമയത്ത് ഒരു ശുദ്ധബ്രഹ്മജ്ഞാനം ഉണ്ടാകുമത്രേ. അത് പ്രയാസം കൂടാതെ കിട്ടും. ക്ഷണത്തിൽ മുക്തി നേടുവാൻ അത് സഹായിക്കുകയും ചെയ്യും. ആ ഭഗവാനെ, ആ സിദ്ധി, ആ ജ്ഞാനത്തിലേക്ക് പോവാനുള്ള എൻ്റെ മനസ്സ് അങ്ങയുടെ പാദങ്ങളിൽ ഒട്ടിച്ചേർന്ന് നിൽക്കാൻ അനുഗ്രഹിക്കണം. അതാണ് വാസ്തവത്തിൽ വിജയിച്ചു നിൽക്കുന്നത് എന്ന് പറയുന്നു. സർവശക്തനാണല്ലോ ഗുരുവായൂരപ്പൻ. ആ തൃപ്പാദങ്ങളിലുള്ള പ്രേമാതിശയമാകുന്ന രസം കൊണ്ട് മനസ്സലിയും. ആ ഭക്തി ഒന്നു മാത്രം എനിക്ക് വേഗത്തിൽ ഉണ്ടാവാൻ അനുഗ്രഹിക്കണമേ എന്ന് പറയുമ്പോൾ ഭക്തിയുടെ ആഴത്തെക്കുറിച്ച് എത്ര മനോഹരമായിട്ട് അത് അനുഭവിച്ചും കൊണ്ടല്ലേ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത്.
അതുകൊണ്ട് ആ ഭക്തി വരാൻ നമ്മളും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദശകം ഭട്ടതിരിപ്പാട് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചത്. നമുക്ക് ഇന്നത്തെ ക്ലാസ് മുതൽ ഈ 2 ശ്ലോകം കഴിയുമ്പോൾ ആ ശ്ലോകത്തിൻ്റെ ഈണത്തിലുള്ള ഒരു പഠനം കൂടി തുടരാം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ 2 ശ്ലോകം മാത്രം ഇപ്പോൾ ഞാൻ പറയാം. 9-ാമത്തെയും 10-ാമത്തെയും ശ്ലോകം. അവസാനിച്ചു കഴിഞ്ഞാൽ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അതുപോലെ തുടങ്ങുന്ന സമയത്ത് ഓം നമോ നാരായണായ എന്നും കൂടെ പറയണം. ഇതിൻ്റെ വൃത്തം പറയാൻ മറന്നിട്ടുണ്ട്. ശാർദൂല വിക്രീഡിതം എന്നാണ് ഈ ദശകത്തിൻ്റെ വൃത്തത്തിൻ്റെ പേര്. സത്യായാസകരാണി കർമ്മ പടലാനി ആചര്യ നിർയന്മലാ ബോധേ ഭക്തിപഥേ അഥവാപി ഉചിതതാമായാന്തി ഉചിതതാം ആയാന്തി കിം താവതാ ദൃഷ്ട്വാ തർക്കപഥേ പരം തവ വപുർ ബ്രഹ്മാഖ്യം അന്യേ പുനഃ ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ. 10-ാമത്തെ ശ്ലോകം. തദ്ഭക്തിസ്തു കഥാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീം അക്ലേശതഃ തന്വതി അക്ലേശതഃ തന്വതി എന്നാണ്. സിദ്ധ്യന്തി വിമലപ്രബോധപദവീം അക്ലേശതഃ തന്വതി സദ്യഃ സിദ്ധികരീ ജയത്യയി വിഭോ സൈവാസ്തു മേ ത്വത്പദപ്രേമ പ്രൗഢി രസാർദ്രത ദ്രുതതരം വാതാലയാധീശ്വര. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവ്വതും ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഭക്തജനങ്ങൾക്ക് വീണ്ടും വീണ്ടും എൻ്റെ നമസ്കാരം പ്രേമപൂർവം സ്നേഹപൂർവം സമർപ്പിക്കുകയാണ്. ഹരി ഓം.